മലപ്പുറം വലിയ വരമ്പ് റോഡാണിത്. ഇതാ ഈ റോഡ്, ഇതിൻ്റെ സൈഡിലുള്ള പാടങ്ങളാണിത്. ഇതാ അതിലങ്ങനെ ഒരു വീട്ടിലേക്കുള്ള റോഡുണ്ട് കേട്ടോ. ആ വീട്ടിലേക്കുള്ള റോഡിൻ്റെ ഇതാ ഇവിടെങ്ങായിട്ടൊക്കെ കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞെടുക്കണം. ആ വീട്ടിലേക്കുള്ള റോഡൊക്കെ ആകെ മൂടി കിടക്കുകയാണ്. വലിയ വരമ്പ് ഇടത് സൈഡിലുള്ള ചായക്കടിയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. എന്താ ഈ മോട്ടർ ഉണ്ടാക്കുന്ന കടിയിലൊക്കെ വെള്ളം കയറിക്കണു. എന്താ വലിയ വരമ്പ് ആ പാടത്തുള്ള പള്ളിയാണിത്. അതിൻ്റെ താഴെ ഭാഗത്തുള്ള ഹാളിലൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട്. ആ പള്ളിക്ക് പോണ വഴിയാണിത് കേട്ടോ. പള്ളി കാണുന്ന കണ്ടില്ലേ. ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളം ഇങ്ങനെ ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെള്ളം തന്നെയാണ്. അതാ ലീഗ് ഓഫീസ്, മലപ്പുറം ലീഗ് ഓഫീസാണത്. വലിയ വരമ്പ് നമ്മൾ ലീഗ് ഓഫീസിനോട് എതിർവശത്തുള്ള പള്ളിയാണത്. എന്താ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. എന്താ ഷട്ടർ റൂമിലൊക്കെ ഷട്ടറൊക്കെ പൊന്തിച്ചിട്ടൊക്കെയാണ്. ആ ഷട്ടർ ഇല്ല അതിന് കേട്ടോ, സോറി. എന്താ ഇവിടെ വീടുകൾക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ലീഗ് ഓഫീസിൻ്റെ പുറത്ത് ഭാഗത്തൊക്കെ വെള്ളം കയറിയാണ്. ഇനി നമ്മൾ മങ്ങാട്ടലം പാലത്തിൻ്റെ അവസ്ഥ ഒന്ന് പോയി നോക്കാം. മങ്ങാട്ടുപുലം പാലത്തുമ്മക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. പാലത്തിൻ്റെ അവസ്ഥ അതാണ്. വെള്ളം വരവ് ഇന്നലെ രാത്രിക്കുള്ള അത്രയൊന്നും വെള്ളമില്ല, കുറച്ച് കുറഞ്ഞൊക്കെ തന്നെയാണ്. കാഴ്ചക്കാരായിട്ട് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ഇതിലിങ്ങനെ ഒലിച്ച് വരുന്ന തേങ്ങ പെറുക്കി കൂട്ടുന്ന വേറൊരു സംഭവമായിട്ടത്. തേങ്ങ തവണ ഇങ്ങനെ ഒലിച്ച് വരുന്നു. ഇതിങ്ങനെ കയറിട്ടിട്ട് പിടിക്കണ ഒരു സംഭവമാണത്. ആളുകളെ എന്താ അയാളെ പിടിക്കണത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. വലട്ടിട്ടേ ആ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. തേങ്ങ എടുത്തിട്ട് ഇങ്ങനെ ഇതാ ഇവിടെ ഇങ്ങനെ പെറുക്കി കൂട്ടും. അടുത്ത തേങ്ങകൾ ഒലിച്ചിരുന്നു. അയാളെ വലങ്ങനെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇതാ ഇട്ടു. നമ്മൾ അടുത്ത യാത്ര ഹാജിയാർപള്ളി ഭാഗത്തേക്കാണ്. ഹാജിയാർപള്ളി ഭാഗത്തേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാടൊക്കെ നിറയെ വെള്ളമാണ്. ഹാജിയാർപള്ളി നമ്മളെ വേങ്ങര റോഡിന് ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റിൽ ഹോണ്ടൻ്റെ ഷോറൂം, അവിടെയൊക്കെ വെള്ളമാണ്. കൈനോട് ഭാഗത്തേക്കുള്ള റോഡൊക്കെ ആകെ അതാ ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. വെള്ളം നിറഞ്ഞിട്ട് ഇതിലൊന്നും വണ്ടി പോകില്ല. ഹാജിയാർപള്ളി താജ് ഓഡിറ്റോറിയത്തിൻ്റെ അവസ്ഥ എടുത്തടെ. ഓഡിറ്റോറിയത്തിൻ്റെ താഴെ ഹാളിൽ ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ അതാ വെള്ളമാണ്. നമ്മൾ ഹാജിയാർപള്ളി ഇങ്ങനെ എത്താൻ പോവാണ്. അപ്പോൾ നമ്മളൊരു സുഹൃത്തുണ്ട് ഇവിടെ. ഓനങ്ങനെ കണ്ടു. ഓങ്ങനെ ചിരിച്ചണമൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളി നല്ല ചെറിയാണ്. ഹാജിയാർപള്ളി അങ്ങാടി. എന്താ ഈ വീടിൻ്റെ മുറ്റത്തേക്ക് ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട്. വായൻ്റെ മുകളിൽ വരെ വെള്ളത്തിയതാ. ഇവിടെ ഈ പാടൊക്കെ നിറയെ വെള്ളമാണ്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, പട്ടർക്കടവ് വഴി പാറമ്മൽ റോഡ് ബ്ലോക്കാണ്, വാഹനങ്ങൾ ഇതുവഴി പോകുക എന്ന് പറഞ്ഞിട്ട്. ഹാജിയാർപള്ളി നമ്മളെ തൂക്കുപാലം നിലനിന്നിരുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഇപ്പൊക്കെ പോയിൻ്റെ റോഡിൻ്റെ ഒപ്പം എത്തിയിട്ടില്ലെങ്കിലും അത്യാവശ്യം വെള്ളമുണ്ട്. ഇനി പട്ടർക്കടവ് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. പട്ടർക്കടവ് ഭാഗത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പട്ടർക്കടവ് പാറമ്മൽ ഭാഗത്തൊക്കെ റോഡിലൊക്കെ വെള്ളം കയറിയിട്ട് ഇവിടെ ഇതിലെ വണ്ടികളൊന്നും ഓടുന്നില്ല. വണ്ടികളൊക്കെ അടച്ചിട്ടേക്കാണ്. വണ്ടികളൊന്നും പോകില്ല ഇതിലെ.
ഇതൊക്കെ റോട്ടിൽ വെള്ളം കയറിയതാട്ടോ. ഇതിലങ്ങനെ ഒരു കരണ്ട് വണ്ടി വരുന്നുണ്ട്. ആ മുണ്ടാപ്രാണി ഇതിലങ്ങനെ വരുന്നുണ്ട്. പോട്ടെ, ഉണ്ട് സ്പീഡ് പോട്ടെ. ഇനി നമ്മളിവിടുന്ന് യാത്ര തിരിച്ച് MBH ഭാഗത്തേക്കാണ്. ആ ഭാഗം കൂടെ കാണിക്കാണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് MBH ഭാഗത്തേക്ക് കേട്ടോ. ഓർക്കിഡ് ഹോസ്പിറ്റലിൻ്റെ സൈഡ് ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നലെ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ന് ഇവിടെ വെള്ളം കുറവാണ്. ഇവിടെയൊക്കെ ഇന്നലെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ MBHൻ്റെ അടുത്ത് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. MBHയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതികളൊക്കെ വളരെ ക്ലിയറാണ്. ഇത് നമ്മൾ ബൈപ്പാസ് പോയിട്ട് വണ്ടി തിരിച്ചു പോരുകയാണ്. ഇവിടെയൊക്കെ ഇന്നലെ റോഡ് വരെ വെള്ളമായിരുന്നു. ഇന്നിപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. വെള്ളം അത്യാവശ്യം നല്ല കുറവാണ് ഇവിടെയൊക്കെ. അതുപോലെ ഇവിടെ നമ്മളെ ഈ ബഡ്ജറ്റിലൊക്കെ ഇന്നലെ അടിഭാഗത്തൊക്കെ കംപ്ലീറ്റ് വെള്ളം കയറിയിരുന്നു. അപ്പോൾ അതൊക്കെ ആളുകൾ വന്നിട്ട് ക്ലീൻ ചെയ്യൽ തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ.